السلام عليكم ورحمة الله. بسم الله الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, വേദിയിൽ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കളെ, മുനവ്വിർ സുന്യ ഒരുക്കിയ ഇന്റലിജൻഷ്യ 2K25 നാം ഏവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ യുദ്ധങ്ങൾ പുതിയ ലോകക്രമം തീർക്കുന്നു എന്ന വിഷയത്തെക്കുറിച്ച് അല്പം മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താം. നാഥൻ തൗഫീഖ് നൽകട്ടെ. മാനവ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ് സമാധാനവും സ്നേഹവും. പക്ഷേ മനുഷ്യരുടെ ചരിത്രം തുറന്നു നോക്കുമ്പോൾ സമാധാനത്തെക്കാൾ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത് യുദ്ധങ്ങളും കലഹങ്ങളുമാണ്. ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും കോടിക്കണക്കിന് ആളുകൾ ദുരിതത്തിലായെന്നും പോയിട്ടുണ്ട്. യുദ്ധം എന്നത് രാഷ്ട്രങ്ങളും സമൂഹങ്ങളും തമ്മിലുള്ള സംഘർഷം ആയുധത്തിലൂടെ പ്രകടമാകലാണ്. ആയിരക്കണക്കിന് അധികാരാഗ്രഹം, മതവംശീയ വൈരവങ്ങൾ, സാമ്പത്തിക താല്പര്യം ഇവയെല്ലാം കൂടിച്ചേർന്നുകൊണ്ടാണ് യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത്. ലോകത്തിൻ്റെ യുദ്ധചരിത്രം തുറന്നു നോക്കുമ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലമായിട്ട് പല രാജ്യങ്ങളുടെയും അതിർത്തി മാറി. ലീഗ് ഓഫ് നേഷൻസ് രൂപീകരിച്ചെങ്കിലും അത് വിജയകരമായിരുന്നില്ല. വലിയ സാമ്പത്തിക മാന്ദ്യവും തൊഴിലില്ലായ്മയും മനുഷ്യരെ ബാധിച്ചു. അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഐക്യരാഷ്ട്രസഭ രൂപീകരിക്കുന്നു. അമേരിക്കയും സോവിയറ്റ് യൂണിയനും ലോകത്തിൻ്റെ വൻശക്തികളായിട്ട് ഉയരുന്നു. ഏഷ്യ, ആഫ്രിക്കയിലെ നിരവധി രാജ്യങ്ങൾ സാമ്രാജ്യത്വത്തിന്റെ പിടിയിൽ നിന്ന് മോചിതരായി. ഇന്നത്തെ ലോകവും യുദ്ധഭീതിയിലാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം ലോകത്തിന്റെ സാമ്പത്തിക നിലയെ തന്നെ ബാധിച്ചു. ഇന്ധനവില വർദ്ധിച്ചു, ഭക്ഷ്യവില കൂടി, പല രാജ്യങ്ങളും ക്ഷാമഭീഷണി നേരിട്ടു. ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം ഇപ്പോഴും രൂക്ഷമാണ്. ഫലസ്തീനിലെ ആയിരക്കണക്കിന് നിരപരാധികൾ കൊല്ലപ്പെടുന്നു. ഫലസ്തീനിലെ ജനങ്ങൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങൾ വംശഹത്യ എന്ന പേരിൽ അപലപിക്കപ്പെട്ടു. എങ്കിലും പല യൂറോപ്യൻ രാജ്യങ്ങളും ഫലസ്തീനിനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്നു എന്നതാണ് വലിയൊരു പ്രതീക്ഷ നൽകുന്നത്. നേപ്പാളിൽ നടന്ന ജൻസി പ്രക്ഷോഭം, തൊഴിൽ വായ്പയും ഭരണക്കുഴപ്പങ്ങളുമാണ് അതിന് കാരണമായത്. ബംഗ്ലാദേശിൽ നടന്ന പ്രക്ഷോഭം വലിയ സാമ്പത്തിക പ്രതിസന്ധിയും രാഷ്ട്രീയ കലഹങ്ങളുമാണ് അതിനും കാരണമായത്. ഇത്തരത്തിലുള്ള കലഹങ്ങളൊക്കെ നമ്മുടെ നാട്ടിലും ഉയരാൻ സാധ്യതയുണ്ട്. അതിനാൽ ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം ഭരണാധികാരിമാർ മനസ്സിലാക്കുകയും നീതിപൂർവമായ ഭരണം നടപ്പിലാക്കുകയും ചെയ്താൽ എന്നും സമാധാന ജീവിതം ആസ്വദിക്കാം. പക്ഷേ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് വേറൊരു സത്യമാണ്. യഥാർത്ഥ വിജയം ആയുധങ്ങൾക്കോ സൈനിക ശക്തികൾക്കോയല്ല. യഥാർത്ഥ വിജയം സത്യത്തിനായി നിലകൊള്ളുന്നവർക്കും പ്രതീക്ഷ നഷ്ടപ്പെടാതെ മുന്നോട്ടു പോകുന്നവർക്കും സൽക്രമങ്ങളിൽ മുഴുകുന്നവർക്കുമാണ്. ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. നിങ്ങൾ സൽക്രമങ്ങളിൽ പരസ്പരം സഹായിക്കുക, ആക്രമണത്തിനും ശത്രുതക്കും നിങ്ങൾ സഹായിക്കരുത്. അതിനാൽ യുദ്ധങ്ങളില്ലാത്ത അന്തരീക്ഷം നമ്മുടെ ഈ നാട്ടിൽ പുലരട്ടെ എന്ന പ്രതീക്ഷയോടെ വാക്കുകൾക്ക് വിട. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും.